Hello everyone, welcome to the new episode of Kaleido Talks by KMCT, the official video podcast series launched by KMCT Group of Institution. For today, I'm your host, Nasna Ismail. As you all know, we are aiming to have discussions on various topics of general interest like academics, career opportunities, and much more. So today we are going to have a discussion on 4-year honors degree program. So നമുക്കറിയാം ആർട്സ് ആൻഡ് സയൻസ് പ്രോഗ്രാംസ് എപ്പോഴും പ്ലസ് ടു കഴിഞ്ഞ സ്റ്റുഡൻസിൻ്റെ ഒരു ഫേവറേറ്റ് സ്ട്രീമാണ്. ഇതിന് ഇത്രയും പോപ്പുലാരിറ്റി എന്താണെന്ന് വെച്ചാൽ ഇതിന് കരിയർ ഓപ്പർച്യൂണിറ്റീസ് എപ്പോഴും കൂടുതലാണ്. ലൈക്ക് ഒരു PG പെർസ്യൂ ചെയ്ത് നമുക്ക് ടീച്ചിങ്, റിസർച്ച് അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒട്ടുമിക്ക കോമ്പറ്റേറ്റീവ് എക്സാംസിനും നമ്മളൊരു ബേസിക് ഒരു ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷനായി പറയാം. അതുകൊണ്ടാവാം കൂടുതൽ കുട്ടികൾ എപ്പോഴും ആർട്സ് ആൻഡ് സയൻസ് ഓപ്റ്റ് ചെയ്യുന്നത്. പക്ഷെ നിലവിൽ നമുക്ക് മുമ്പ് ഉണ്ടായിരുന്ന കൺവെൻഷണൽ ഡിഗ്രി പ്രോഗ്രാമിൽ നിന്ന് ചെറിയൊരു ചേഞ്ച് ഇപ്പോൾ വന്നിട്ടുണ്ട്. സോ നൗ വി ഹാവ് 4-year UG പ്രോഗ്രാം. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മുടെ കൺവെൻഷണൽ 3-year ഡിഗ്രി പ്രോഗ്രാമിൽ നിന്നും വ്യത്യസ്തമാവുന്നത് എന്നാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫോർ ദിസ് വി ഹാവ് എൻ എക്സ്പെർട്ട് ഹിയർ, മിസ്റ്റർ ഷംസുദ്ദീൻ, Principal in charge of KMCT Arts and Science College. Welcome, sir. Thank you. Sir, like we said, ഇപ്പം കൺവെൻഷണൽ 3-year ഡിഗ്രി പ്രോഗ്രാം എന്നതിൽ നിന്ന് ഒരു 4-year ഡിഗ്രി പ്രോഗ്രാം എന്നൊരു രീതിയിലേക്ക് പാറ്റേൺ മാറിയിട്ടുണ്ട്. അപ്പം കേരളത്തിലെ ഒട്ടുമിക്ക എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഈ ഒരു ചേഞ്ച് ഇപ്പോൾ പ്രാബല്യത്തിലുണ്ട്. അപ്പം ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നതിന് മുമ്പേ ഇതൊന്ന് ബ്രീഫായി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ, വാട്ട് ഈസ് 4-year UG പ്രോഗ്രാം എന്നുള്ളത്? ഈ 4-year UG പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട മാറ്റം എന്ന് നമുക്ക് പറയാം. പക്ഷെ ആക്ച്വലി ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഈ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് ഇതാദ്യമായിട്ടല്ല. നമുക്കറിയാം, നേരത്തെ 3 വർഷ ഡിഗ്രി കോഴ്സുകൾ പഠിച്ചിരുന്ന സമയത്ത് അതൊരു ഇയർ വൈസ് ആയിരുന്നു, ഓരോ വർഷാവർഷം എന്നുള്ള രീതിയിലായിരുന്നു. പിന്നീട് ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വന്ന ഒരു മാറ്റമാണ് ഈ സെമസ്റ്റർ സമ്പ്രദായത്തിലോട്ട് ഈ ഡിഗ്രി വിദ്യാഭ്യാസം മാറി എന്നുള്ളത്. അപ്പോൾ ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ള ഈ 4 വർഷ സമ്പ്രദായം എന്ന് പറയുന്നത് ഇത് NEP 2020 ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള പുതിയൊരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് യഥാർത്ഥത്തിൽ ഈ 4-year UG പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം കേരളത്തിൽ കഴിഞ്ഞ വർഷം മുതലാണ് ആരംഭിച്ചതെങ്കിലും പിന്നെ പല സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലും അതേപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലുമൊക്കെ ഈ 4 വർഷ ഡിഗ്രിയാണ് നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം കൺവെൻഷണൽ ആയിട്ടുള്ള 3-year ഡിഗ്രി പ്രോഗ്രാം എന്നതിൽ നിന്ന് നമ്മളൊരു 4-yearലേക്ക് അപ്ഡേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഒരു ഇയർ എക്സ്ട്രാ കുട്ടി പഠിക്കേണ്ടതുണ്ട്. അപ്പം ഒരു ഇയർ എക്സ്ട്രാ വരുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് അവിടെ ഉണ്ടാകുന്നത്? അതായത് ആക്ച്വലി ഈ 4-year UG പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ഈ 4ാമത്തെ വർഷം എന്ന് പറയുന്നത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം അത് ഒരു ഓപ്ഷണൽ ഇയർ ആണ്. എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ ഈ 4-year UG സിസ്റ്റം നിലവിൽ വരുന്നത്. ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഒരു പ്രത്യേകതയായിട്ട് പറയുന്നത് അതിന് മൾട്ടിപ്പിൾ എക്സിറ്റ് ഉണ്ട് എന്നുള്ളതാണ്. മൾട്ടിപ്പിൾ എക്സിറ്റ് എന്നുകൊണ്ട് നമ്മളോട് അർത്ഥമാക്കുന്നത് ഒരു കുട്ടി ഡിഗ്രിക്ക് ജോയിൻ ചെയ്ത് 1 വർഷം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് കിട്ടും, 2 വർഷം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കിട്ടും, 3 വർഷം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടും, 4ാമത്തെ വർഷം കംപ്ലീറ്റ് ചെയ്താൽ ഓണേഴ്സ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടും. ഇതാണ് യഥാർത്ഥത്തിൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ കേരളത്തിൽ ഈ മൾട്ടിപ്പിൾ എക്സിറ്റ് എന്ന് പറയുന്നത് 3ാമത്തെ വർഷത്തിലേക്കായിട്ട് ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഡിഗ്രിക്ക് ജോയിൻ ചെയ്യുന്ന ഒരു കുട്ടി നിർബന്ധമായിട്ടും 3 വർഷം കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ കുട്ടിക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടും. എന്ന് പറഞ്ഞാൽ 4ാമത്തെ വർഷം എന്താണ്? ഓപ്ഷണലാണ്. സ്റ്റോപ്പ് ചെയ്യാം. ഒരു 3 year കഴിഞ്ഞ് വേണമെങ്കിൽ കുട്ടി 3 വർഷം കഴിഞ്ഞ് കുട്ടി പരീക്ഷ പാസ്സായാൽ കുട്ടിക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടും. ഈ 4ാമത്തെ വർഷം എന്ന് പറയുന്നത് അതിന് 2 ഭാഗങ്ങളാണുള്ളത്. ഒന്ന് ഓണേഴ്സ് ഡിഗ്രിയും മറ്റൊന്ന് ഓണേഴ്സ് വിത്ത് റിസർച്ചും. അപ്പൊ സാർ പറഞ്ഞു നിർത്തിയത് ഓണേഴ്സ് ആൻഡ് ഓണേഴ്സ് വിത്ത് റിസർച്ച് എന്നുള്ളതാണ്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് സാർ? ആക്ച്വലി ഇത് തമ്മിലുള്ള ഡിഫറൻസ് നേരത്തെ പറഞ്ഞല്ലോ, 3 വർഷം കംപ്ലീറ്റ് ചെയ്ത ഒരു കുട്ടിക്ക് എടുക്കാനുള്ള 2 ഓപ്ഷൻസുകളാണ് ഓണേഴ്സും ഓണേഴ്സ് വിത്ത് റിസർച്ച് എന്ന് പറയുന്നത്. ഈ ഓണേഴ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളൊന്ന് നിലവിലുള്ള ഡിഗ്രിക്ക് പുറമെ 1 വർഷം കൂടെ നമ്മൾ അഡീഷണൽ ആയിട്ട് പഠിക്കുന്നു. അതിനുശേഷം പിന്നീട് 1 വർഷം PG കംപ്ലീറ്റ് ചെയ്യുന്നു. 1 വർഷം
ഒരു വർഷം PG കംപ്ലീറ്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ ഒരു വർഷം ഓണേഴ്സ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത കുട്ടിക്ക് ഈ രണ്ടാമത്തെ വർഷത്തിലേക്ക് ലാറ്ററൽ എൻട്രി മുഖേന എന്ത് ചെയ്യാം, നമുക്ക് PG അഡ്മിഷൻ എടുക്കാൻ കഴിയും. അപ്പം മുന്നേ എക്സിസ്റ്റ് ചെയ്ത 3 ഇയർ പ്ലസ് 2 ഇയർ PG നിലവിൽ ഇപ്പൊ അതേപോലെ തന്നെ തുടരുന്നുണ്ട്. 3 വർഷം കഴിഞ്ഞ കുട്ടികൾക്ക് 2 വർഷം PG ഉണ്ട്. ഈ 4 ഇയർ UGയിൽ ഓണേഴ്സ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ലാറ്ററൽ എൻട്രിയിലൂടെ എന്ത് ചെയ്യാം, രണ്ടാമത്തെ വർഷം PGയിലേക്ക് പ്രവേശിച്ച് ഒരു വർഷം കൊണ്ട് PG കംപ്ലീറ്റ് ചെയ്യാം. ഇനി ചില കുട്ടികളെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ടീച്ചിങ് മേഖലയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ റിസർച്ചിലോട്ടൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടായിരിക്കും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വഴിയാണിത് ഈ ഓണേഴ്സ് വിത്ത് റിസർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓണേഴ്സ് വിത്ത് റിസർച്ച് യൂണിവേഴ്സിറ്റി പറയുന്ന റിക്വയർമെന്റ്സുകളെല്ലാം സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പിന്നെ നേരിട്ട് എന്ത് ചെയ്യാം, PhDയിലോട്ട് എൻട്രി ലെവൽ എന്നുള്ള രീതിയിലേക്ക് PhDയിലോട്ട് പ്രവേശിക്കാം. അതേപോലെ നെറ്റ് എക്സാമുകൾ എഴുതാം. അങ്ങനെയുള്ള ഒരു ഡിഫറൻസ് ആണ് ഈ പറഞ്ഞ ഓണേഴ്സ് ഡിഗ്രിയിലും ഓണേഴ്സ് വിത്ത് റിസർച്ച് എന്ന് പറയുന്നതിലുള്ള പ്രധാനപ്പെട്ട ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓൾ ദീസ് തിങ്സ് സബ്ജക്റ്റ് ടു ദ റെഗുലേഷൻസ് ഓഫ് ദ യൂണിവേഴ്സിറ്റി. ഇതിനെല്ലാം യൂണിവേഴ്സിറ്റിയുടെ ആയിട്ടുള്ള കണ്ടീഷൻസുകളുണ്ട്. സർ, അപ്പം ഓണേഴ്സ് വിത്ത് റിസർച്ച് ഇതിലേക്ക് ഒരു സ്റ്റുഡന്റ് എലിജിബിൾ ആവാൻ എന്തൊക്കെ ക്രൈറ്റീരിയകളാണ് ഉള്ളത്? അപ്പം ആദ്യം തന്നെ ഒരു റിസർച്ചിന് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റ് എന്തൊക്കെ ശ്രദ്ധിക്കണം? അത് ഈ ഓണേഴ്സ് വിത്ത് റിസർച്ച് അല്ലെങ്കിൽ റിസർച്ചിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നന്നായിട്ട് 3 വർഷം പഠിക്കുക എന്നുള്ളതാണ്. കാരണം ഈ 3 വർഷത്തെ ഓരോ സെമസ്റ്ററിലും അതിൻ്റെ അഗ്രിഗേറ്റ് വരുമ്പോൾ 75% മാർക്കുള്ള കുട്ടികളെ മാത്രമാണ് ഇതിലോട്ട് പ്രവേശിപ്പിക്കുകയുള്ളൂ, ഓണേഴ്സ് വിത്ത് റിസർച്ച് എന്നുള്ള പ്രോഗ്രാമിലേക്ക് പ്രവേശിപ്പിക്കുകയുള്ളൂ. കാരണം അത് യൂണിവേഴ്സിറ്റി സീറ്റ്സ് ലിമിറ്റഡ് ആണ്. യൂണിവേഴ്സിറ്റി പറയുന്ന നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ മാത്രമേയാണ് നമുക്കതിൽ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, എൻറോൾ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം 3 വർഷം ഡിഗ്രി പഠിക്കുമ്പോൾ തന്നെ നല്ല മാർക്കോട് കൂടി 75% കൂടുതൽ മാർക്ക് അഗ്രിഗേറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കുന്നത്. ആർട്സ് ആൻഡ് സയൻസിന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ എല്ലാ പ്രോഗ്രാമുകളും ഏത് പ്രോഗ്രാമാണെങ്കിലും 75% മാർക്ക് ടോട്ടൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. സർ, ഒരു ട്രഡീഷണൽ ഡിഗ്രിയിൽ നമ്മളൊരു മെയിൻ സബ്ജക്റ്റ് ചൂസ് ചെയ്യുന്നു. അപ്പം അതിന് കുറച്ച് സബ് ഉണ്ടാവും. ഇപ്പം ഫിസിക്സ് എടുക്കുന്ന ആളാണെങ്കിൽ മാത്സ്, കെമിസ്ട്രി അങ്ങനെ സബായി വരും. അപ്പം ഈ ഒരു 4 ഇയർ UG പ്രോഗ്രാം ആവുമ്പോൾ ഈ ഒരു സെയിം പാറ്റേൺ തന്നെയാണോ ഫോളോ ചെയ്യുന്നത്? 4 ഇയർ UG പ്രോഗ്രാമിലെ കോഴ്സ് ഘടനയ്ക്ക് അപ്പോൾ ഇതിൽ അഡീഷണൽ ആയിട്ട് വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഈ കോഴ്സ് എന്ന് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ട്രഡീഷണലി പേപ്പർ എന്നുള്ളൊരു കൺസെപ്റ്റാണ്. കാരണം ആളുകൾ ചിലപ്പോൾ അത് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യും. നമ്മൾ സാധാരണ BCom കോഴ്സ് എന്ന് പറയും. ഏത് കോഴ്സിനാണ് പഠിക്കുന്നതെന്നാണ് ചോദിക്കുക അല്ലേ? അപ്പോൾ BCom കോഴ്സ് അല്ലെങ്കിൽ BA ഇംഗ്ലീഷ് കോഴ്സ് എന്ന് പറയും. പക്ഷേ പുതിയ സിസ്റ്റത്തിൽ കോഴ്സുകൾ എന്ന് റെഫർ ചെയ്യുന്നത് നമ്മളുടെ പഴയ സിസ്റ്റം പ്രകാരമുള്ള പേപ്പറിനെയാണ്. മെയിൻ പേപ്പർ, കോംപ്ലിമെൻ്ററി പേപ്പർ, സബ്ജക്റ്റ് പേപ്പർ എന്നുള്ള രീതിയിൽ. അപ്പോൾ നമ്മളത് എപ്പോഴും ഈ 4 ഇയർ UGയെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമ്മളെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകും കോഴ്സ് എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ എന്താണ്, പേപ്പറാണ്. നമ്മൾ പഴയ ട്രഡീഷണലായിട്ട് കോഴ്സ് എന്ന് പറഞ്ഞിരുന്നത് ഇപ്പോൾ അറിയപ്പെടുന്നത് പ്രോഗ്രാം എന്നാണ്. അതായത് BCom കോഴ്സ് അല്ല, BCom പ്രോഗ്രാമാണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്നുള്ളത് കോഴ്സ് അല്ല, പേപ്പറല്ല, അതെന്താ പറയുന്നത്, കോഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഘടനയെക്കുറിച്ച് ചോദിക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ 3 വർഷ ഡിഗ്രിയിൽ നമ്മൾ മെയിന് സബ്സിഡിയറി എന്നുള്ള രീതിയിലായിരുന്നു ട്രഡീഷണലായിട്ടുണ്ടായിരുന്നത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഈ സെമസ്റ്റർ സമ്പ്രദായത്തിലോട്ട് വന്നപ്പോൾ അത് പിന്നെയും അതിൻ്റെ പേരിൽ മാറ്റം ഉണ്ടായി. അത് കോർ പേപ്പറുകൾ കോംപ്ലിമെൻ്ററി പേപ്പറുകളായി. ഇപ്പോൾ നിലവിൽ ഈ പേപ്പറുകൾ അറിയപ്പെടുന്നത് മേജർ, മൈനർ, പിന്നെ സ്കിൽ എൻഹാൻസ്മെൻറ്റ് പ്രോഗ്രാം, പിന്നെ വാല്യൂ ആഡഡ് കോഴ്സ്, ഈ രീതിയിൽ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് എന്നുള്ള രീതിയിലാണ് ഈ 4 ഇയർ UGയിൽ എന്ത് വരുന്നത്, ഇതിൻ്റെ ഒരു കോഴ്സ് ഘടന അല്ലെങ്കിൽ ആ സബ്ജക്റ്റുകളുടെ ഒരു ഘടന വരുന്നത്. ഇപ്പം നമ്മൾ ട്രഡീഷണലായിട്ട് ഉപയോഗിച്ചിരുന്ന മെയിൻ പേപ്പർ അല്ലെങ്കിൽ സബ്സിഡിയറി എന്നുള്ള ഒരു കോൺസെപ്റ്റിലല്ല 4 ഇയർ UGയിൽ പേപ്പറുകൾ അറിയപ്പെടുന്നത്. സാർ, ഇപ്പം മേജർ, മൈനർ അങ്ങനെയാണ് ഇപ്പം പേപ്പറുകൾ നമ്മൾ തരംതിരിച്ചിരിക്കുന്നത്. അപ്പം ഒരു സ്റ്റുഡന്റ് മേജറായി ഒരു പേപ്പർ എടുക്കും, പിന്നെ മൈനർ ചൂസ് ചെയ്യുമ്പം അതിൽ നമുക്ക് ചോയ്സ് ഉണ്ടോ? എങ്ങനെയാണ് അതിൻ്റെ ഒരു പാറ്റേൺ? ഈ മേജർ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മളൊരു പ്രോഗ്രാമിലേക്ക് എൻറോൾ ചെയ്യുമ്പോൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ BComന് എൻറോൾ ചെയ്യുമ്പോൾ അതിൽ നമ്മൾ ഇൻഡെപ്ത് ആയിട്ട് പഠിക്കുന്ന പേപ്പറുകളെയാണ് നമ്മൾ മേജർ പേപ്പറുകൾ എന്ന് പറയുന്നത്. കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് പഠിക്കുന്ന പേപ്പറുകളെയാണ്. കൂടുതൽ ഫോക്കസ് എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഓൾറെഡി നമ്മൾ ആ ഒരു പ്രോഗ്രാമിൽ യൂണിവേഴ്സിറ്റിയുടെ സിലബസിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും ഇതിൻ്റെ മേജർ പേപ്പറാണ് എന്ന് പറഞ്ഞാൽ ആ പ്രോഗ്രാമിൽ നിർബന്ധമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ പേപ്പർ പഠിച്ചിരിക്കണം. അപ്പോൾ നമ്മൾക്ക്
ട്രഡീഷണൽ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്ത് പറയാം, മെയിൻ പേപ്പർ ആണെന്ന് പറയാം അല്ലെ. ആ ഒരു പ്രോഗ്രാമിന്റെ മെയിൻ ആയിട്ട് നമ്മൾ പഠിക്കുന്ന പേപ്പറുകളാണ്, അതാണ് മേജർ പേപ്പറുകൾ. അത് ഇൻഡെപ്ത് സ്റ്റഡിയാണ് അവിടെ നടത്തുന്നത്. എല്ലാ സെമസ്റ്ററുകളിലും ആ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട ഒരു മേജർ പേപ്പറുകൾ ഉണ്ടായിരിക്കും. ഈ മൈനർ പേപ്പറുകൾ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഈ മൈനർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെ പറയുന്നത് നമ്മൾ എടുക്കുന്ന കോർ വിഷയത്തിലല്ലാത്ത മറ്റേതെങ്കിലും സബ്ജക്റ്റിനെ കുറിച്ച് പഠിക്കുന്നതാണ് എന്ത്, മൈനർ പേപ്പറുകൾ എന്ന് പറഞ്ഞത്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഒരു പ്രത്യേകതയാണ് ഈ പറഞ്ഞിട്ടുള്ള മൾട്ടിപ്പിൾ എക്സിറ്റ്. അതേപോലെ തന്നെ ഒരു പ്രത്യേകതയാണ് ഈ മൾട്ടി ഡിസിപ്ലിനറി എന്ന് പറയുന്നത്. മൾട്ടി ഡിസിപ്ലിനറി എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ഒരു സ്റ്റുഡൻറ്റിന് അദ്ദേഹം നേരിട്ട് എൻറോൾ ചെയ്ത ഈ മേജർ പേപ്പർ അല്ലാത്ത അല്ലെങ്കിൽ കോർ പേപ്പർ അല്ലാത്ത വിഷയത്തിലുള്ള ഒരു പഠനം എന്ന് പറഞ്ഞാൽ മറ്റേതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിലെ സബ്ജക്റ്റുകൾ പഠിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ മൈനർ പേപ്പർ പഠനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്കറിയാം ട്രഡീഷണൽ ആയിട്ട് ഒരു ബികോം ഡിഗ്രി എടുത്ത ഒരു കുട്ടി അല്ലേ, ഇതിന് മുന്നേയുള്ള സിലബസ് നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം ബികോമിനാണ് നമ്മൾ എൻറോൾ ചെയ്യുന്നത് എങ്കിൽ നമുക്കവിടെ കൃത്യമായിട്ടുള്ള ഒരു ഷെഡ്യൂൾ യൂണിവേഴ്സിറ്റി ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു സിലബസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് സെമസ്റ്ററിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പഠിക്കണം ഒരു പേപ്പർ, രണ്ടാമത്തെ പേപ്പർ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് പഠിക്കണം, മൂന്നാമത്തത് ഇംഗ്ലീഷ് പഠിക്കണം അല്ലെങ്കിൽ ലാംഗ്വേജ് പഠിക്കണം. ഇങ്ങനെ കൃത്യമായുള്ള സിലബസുകളാണ് 6 സെമസ്റ്ററിൽ നമുക്ക് തരുന്നത്. പക്ഷേ ഈ 4 ഇയർ UGയിൽ ഞാൻ നേരത്തെ പറഞ്ഞ മേജർ പേപ്പർ പഠിച്ചു കഴിഞ്ഞാൽ ഈ മൈനർ എന്ന് പറയുന്നത് കുട്ടിയുടെ ഓപ്ഷനാണ്, ചോയ്സാണ്. അതാണ് ഈ 4 ഇയർ UGയുടെ പ്രത്യേകത. അപ്പോൾ ആ കുട്ടിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇപ്പോൾ ഹിസ്റ്ററിയിലെ ഒരു പേപ്പർ വേണമെങ്കിൽ മൈനറായിട്ട് പഠിക്കാം. അല്ലെങ്കിൽ ഞങ്ങളുടെ കോളേജ് BSW ഓഫർ ചെയ്യുന്നുണ്ട്, ആ BSWയുടെ ഒരു പേപ്പർ എന്ത് ചെയ്യാം, മൈനറായിട്ട് പഠിക്കാം. ഇനിയിപ്പോൾ ഇപ്പോൾ എൻ്റെ കോളേജിൽ മ്യൂസിക് ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ മ്യൂസിക്കിൽ വളരെ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആ മൈനർ പേപ്പറായിട്ട് എന്ത് ചെയ്യാം, മ്യൂസിക് പഠിക്കാം. അപ്പോൾ മറ്റുള്ള ട്രഡീഷണൽ ഡിഗ്രിയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫീച്ചറാണ് ഞാൻ ഈ പറഞ്ഞ എന്ത്, മൾട്ടി ഡിസിപ്ലിനറി സ്റ്റഡി എന്ന് പറയുന്നത്. അത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ 4 ഇയർ UG എന്ത് ചെയ്യുന്നത്, വ്യത്യസ്തമാക്കുന്നത്. സാറ് പറഞ്ഞതുപോലെ ആകുമ്പം സ്റ്റുഡൻസിന് ഭയങ്കര യൂസ്ഫുൾ ആവുന്ന ഒരു മാറ്റമാണ്. കാരണം നമ്മളൊരു മുമ്പാണെങ്കിൽ ഒരു ഡിഗ്രി പെർസ്യൂ ചെയ്യുമ്പോൾ നമുക്ക് താല്പര്യമില്ലാത്തൊരു സബ്ജക്റ്റും കൂടെ നമ്മൾ കംപ്ലീഷൻ സേക്കിന് വേണ്ടി നമ്മൾ പഠിക്കേണ്ടി വരും. ഈ ഒരു സിസ്റ്റം ആകുമ്പം അതിൻ്റെ ഒരു ആവശ്യം ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ മൈനർ പേപ്പർ ചൂസ് ചെയ്യുന്ന കാര്യം പറഞ്ഞല്ലോ. അപ്പം അയാളുടെ താല്പര്യപ്രകാരം ഒരു മേജർ സബ്ജക്റ്റ് ചൂസ് ചെയ്യുന്നു. മൈനർ ചൂസ് ചെയ്യുമ്പം ഒരു സ്റ്റുഡൻറ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ മൈനർ ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നേരത്തെ പറഞ്ഞല്ലോ, ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് താല്പര്യമുള്ള സബ്ജക്റ്റ് പഠിക്കാം എന്നുള്ളത്. അവിടെ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളാണുള്ളത്. ഒന്നാമത്, ഇപ്പോൾ ഒരു കുട്ടി ഡിഗ്രിക്ക് ജോയിൻ ചെയ്തു, ഇപ്പോൾ BComന് ജോയിൻ ചെയ്തു, മേജർ കോഴ്സുകൾ പഠിച്ചു. അപ്പോൾ ഈ മൈനർ എടുക്കുന്ന സമയത്ത് കുട്ടി ചിന്തിക്കുന്നത്, എൻ്റെ കോളേജിൽ അവൈലബിൾ ആയിട്ടുള്ള വളരെ ഈസി ആയിട്ട് പാസ്സാവാൻ പറ്റുന്ന സബ്ജക്റ്റ് മൈനർ ഞാൻ എടുക്കാം. അങ്ങനെ ഞാൻ എടുത്താൽ എനിക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് ഡിഗ്രി പാസ്സായി പോവാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ BCom എടുത്ത് കൂടി ചിന്തിക്കുകയാണ്, എനിക്ക് ഹിസ്റ്ററി വളരെ എളുപ്പമാണ്, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാം, ഒന്നാമത്തെ സെമ്മിൽ മൈനർ ഹിസ്റ്ററി എടുക്കാം. രണ്ടാമത്തെ സെമ്മിൽ എന്താണ്, എനിക്ക് പൊളിറ്റിക്സ് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാം, പൊളിറ്റിക്സ് എടുക്കാം. അപ്പോൾ അൾട്ടിമേറ്റ്ലി ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്താ ചെയ്യുന്നത്, ഓരോ മൈനറും മാറിയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി മറ്റൊരു കുട്ടി, രണ്ടാമതൊരു കുട്ടി BComന് ചേർന്ന കുട്ടിയാണ്, പക്ഷെ ആ കുട്ടിയുടെ ഒരു കരിയർ കുട്ടി ആഗ്രഹിക്കുന്നത് ഒരു IAS എന്നുള്ളതാണ്. അപ്പോൾ പഴയ ട്രഡീഷണൽ സംവിധാനത്തിൽ അങ്ങനെ ആഗ്രഹിക്കാൻ ചാൻസ് ഇല്ല. കാരണം എന്താ, BCom കഴിഞ്ഞാൽ ആ BComന് ചേർന്ന് കഴിഞ്ഞാൽ BComൽ എന്താണോ പറഞ്ഞിട്ടുള്ളത് അത് പഠിക്കുക, ഒരു അക്കൗണ്ടന്റ് ആയിട്ട് മാറുക എന്നുള്ളതാണ് അല്ലേ. പക്ഷെ ഇവിടെ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം എനിക്ക് IAS ആവണമെന്നുണ്ട് എങ്കിൽ ആ കുട്ടിക്ക് മൈനറായിട്ട് എന്ത് ചെയ്യാം, ഇപ്പം ഹിസ്റ്ററിയോ അല്ലെങ്കിൽ പൊളിറ്റിക്സോ എടുത്ത് പഠിക്കാം. അപ്പോൾ 3 വർഷ ഡിഗ്രിയിൽ അല്ലെങ്കിൽ 4 വർഷ ഡിഗ്രിയിൽ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ കുട്ടികൾ എന്ത് ചെയ്യണം, ഞാൻ എന്തായിത്തീരണം എന്ന് അവിടെ തീരുമാനിക്കണം. നമ്മുടെ ഗോളിലേക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കോഴ്സുകളിലേക്ക്. അതെ, അതാണ് മൈനർ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നമ്മൾ പാസ്സാവുക എന്നുള്ളത് മാത്രമല്ല, നമ്മളുടെ കരിയർ ഗോൾ എന്താണ്, അതിനനുസരിച്ച് ഈ മൈനർ കോഴ്സുകൾ എടുത്ത് പഠിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു
വിദ്യാഭ്യാസ സമ്പ്രദായമാണെന്ത് 4 year UG. 4 year UG പ്രോഗ്രാം. അപ്പോൾ സാർ നേരത്തെ പറഞ്ഞ സ്കിൽ ആഡഡ് സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ്, വാല്യൂ ആഡഡ് കോഴ്സ്, അതിനൊക്കെ പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതിന്റെ കോഴ്സ് ഘടന മേജർ, മൈനർ, പിന്നെ എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ്, സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ്, വാല്യൂ ആഡഡ് കോഴ്സ്, മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ്, ഇങ്ങനെയാണ് ഇതിന്റെ ഒരു കോഴ്സ് ഘടന വരുന്നത്. മേജറും മൈനറും ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് എന്ന് പറയുന്നത് അത് ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു എബിലിറ്റി, ഒരു കഴിവുണ്ടാക്കിയെടുക്കുന്നതിനുള്ള കോഴ്സാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഷകളിൽ, ലാംഗ്വേജിൽ കുറച്ച് കഴിവുകൾ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്യപ്പെട്ട കോഴ്സാണ് എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് എന്ന് പറയുന്നത്. അത് സാധാരണയായി കോളേജുകളിൽ ഇംഗ്ലീഷ്, അതേപോലെ തന്നെ പഴയ കാലത്ത് നമ്മൾ ചെയ്തിരുന്ന സെക്കൻഡ് ലാംഗ്വേജ് മലയാളം, അറബി, ഹിന്ദി, അതേപോലെയുള്ള കോഴ്സുകളാണ് ഈ എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സുകൾ നമ്മൾ പഠിക്കുന്നത്. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ് എന്ന് പറയുന്നത് അതും പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ആ കുട്ടികളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കോഴ്സുകളാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കൊമേഴ്സ് പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം മൈക്രോസോഫ്റ്റ് എക്സൽ എന്ന് പറയുന്ന അതിലൊരു പ്രാവീണ്യം നേടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഓഫർ ചെയ്യുന്ന ഒരു കോഴ്സ്. ഇംഗ്ലീഷ് പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കോഴ്സ്. അപ്പോൾ ആ കുട്ടികളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സാണ് ഈ സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മൾ പറയുന്ന വാല്യൂ ആഡഡ് കോഴ്സ്, അതും എന്താണ്, പേര് പോലെ തന്നെയാണ്. കുറച്ച് വാല്യൂസ്, നമ്മളുടെ എത്തിക്സ്, നമ്മളുടെ മോറൽ വാല്യൂസ്, അതേപോലെയുള്ള കുറച്ച് കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്യപ്പെട്ട കോഴ്സുകളാണ് വാല്യൂ ആഡഡ് കോഴ്സ് എന്ന് പറയുന്നത്. പിന്നെ മൾട്ടി ഡിസിപ്ലിനറി, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഒരു 4 year UGയുടെ തന്നെ ഒരു പ്രത്യേകതയാണ് മൾട്ടി ഡിസിപ്ലിനറി എന്ന് പറയുന്നത്. ഞാൻ ഇഷ്ടപ്പെടുന്ന, ഞാൻ മേജറായിട്ട് രജിസ്റ്റർ ചെയ്യാത്ത മറ്റേതെങ്കിലും കോഴ്സുകളെ കുറിച്ച് പഠിക്കുന്നതാണ് മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് എന്ന് പറയുന്നത്. അതായത് ഇതാണ് ഇതിന്റെ 4 year UGയുടെ ഒരു ഘടന എന്ന് പറയുന്നത്. കോമ്പറ്റേറ്റീവ് വേൾഡിൽ കുറച്ചുകൂടെ പ്രാപ്തമാക്കാനാണ് നമ്മൾ. അതാണ് ഇത് ഈ പ്രധാനമായിട്ടും ഈ 4 year UGയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ അതാണ്. ഒരു ഇൻഡെപ്ത് നോളേജ് എടുക്കുക. പിന്നെ അതേപോലെ തന്നെ ഈ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അപ്പോൾ നമ്മൾ ഈ 4 year UGയുമായി തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു വിദേശ രാജ്യങ്ങളിലൊക്കെ എന്താണ് ഓൾറെഡി 4 year UG ആണ്. അപ്പോൾ 3 വർഷം കംപ്ലീറ്റ് ചെയ്തു പോകുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു ഹയർ സ്റ്റഡീസ് വേണമെന്നുണ്ട് എങ്കിൽ അവിടെ എന്ത് ചെയ്യണം, അഡീഷണലായിട്ട് ക്രെഡിറ്റ്സുകൾ നമ്മളെടുത്ത് എന്ത് ചെയ്യണം, 4 വർഷ ഡിഗ്രിയിലേക്ക് നമ്മൾ എലിജിബിൾ ആയിട്ട് വേണം അവിടെ പഠിക്കാൻ. അപ്പോൾ അങ്ങനെ കുറേ വിഷയങ്ങൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, 4 year UG നിലവിൽ വരുന്നതോടെ അത് മാറ്റപ്പെടുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അപ്പോൾ തീർച്ചയായും ഈ 4 year UG പ്രോഗ്രാം നല്ലൊരു ബെനിഫിഷ്യൽ ചേഞ്ച് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. നല്ലൊരു ചേഞ്ചാണ്. നമ്മൾ പറഞ്ഞല്ലോ, അത് ഈ കുട്ടികൾ ഇതിനെ എങ്ങനെ ഓപ്റ്റ് ചെയ്യുന്നു എന്നുള്ളിടത്താണ്. നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ആ മൈനർ ഡിസ്കസ് ചെയ്ത സമയത്ത് പറഞ്ഞു, എനിക്ക് എങ്ങനെയെങ്കിലും ഡിഗ്രി പാസ്സായാൽ മതി എന്നുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇവർ പാസ്സാവാൻ വേണ്ടിയുള്ള പേപ്പറുകളൊക്കെ എടുത്തു പഠിക്കും. പക്ഷെ അതിനെന്താണ് ബെനിഫിറ്റ് എന്നുള്ളത് ആ കുട്ടി നോക്കുക എന്നുള്ളത്, കരിയറിൽ എന്താണ് അതിന് ബെനിഫിറ്റ് എന്നുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഹോണേഴ്സ്, എനിക്കൊരു PhD എടുക്കണം, അല്ലെങ്കിൽ എനിക്ക് ഇൻഡെപ്ത് നോളേജ് വേണമെന്നുള്ള കുട്ടികൾക്ക് അവരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് ഏത് മേഖലയിൽ നിന്നും പഠിക്കാനുള്ള സൗകര്യം 4 year UG ഓഫർ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും, അത് സ്കിൽ എൻഹാൻസ്മെൻ്റ് ആണെങ്കിലും അക്കാഡമിക് ഇമ്പ്രൂവ്മെൻ്റ് ആണെങ്കിലും എല്ലാം കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ട് 4 year UG എന്നുള്ളതാണ് അതിൻ്റെ ഒരു യഥാർത്ഥം. ഇപ്പൊ +2 റിസൾട്ട് വന്നിരിക്കുന്ന ഒരു സമയമാണ്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ കൂടുതൽ ആൾക്കാരും ഈ ആർട്സ് ആൻഡ് സയൻസ് കോഴ്സിന് എന്തായാലും ഓപ്റ്റ് ചെയ്യും. അപ്പം ഈ ഒരു സമയത്ത് നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് എൻറോൾ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾ എന്തൊക്കെ അഡ്മിഷൻ പ്രൊസീജിയറിലൂടെയാണ് കടന്നു പോവേണ്ടത്? ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, കൂടുതൽ കുട്ടികൾ ഓപ്റ്റ് ചെയ്യുന്നത് അതൊരു വസ്തുതയുള്ള കാര്യമാണ്. കാരണം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം തന്നെ 400 കോളേജുകൾ, അതിൽ 300ഓളം കോളേജുകൾ ഒക്കെ എന്താണ് ഈ ആർട്സ് ആൻഡ് സയൻസ് ഫീൽഡിലും സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലൊക്കെ ആയിട്ടുള്ള കോളേജുകളിലാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ ചെയ്യുന്നത് അതിൻ്റെ അഡ്മിഷന് വേണ്ടിയിട്ട് പിന്നെ അതിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷനും ഏകജാലകം വഴി അല്ലെങ്കിൽ സിംഗിൾ വിൻഡോ സിസ്റ്റം വഴിയാണ് എന്ത് ചെയ്യുന്നത്, അഡ്മിഷൻ യൂണിവേഴ്സിറ്റി എടുക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മളൊരു കോളേജ്, ഒരു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒരു അഫിലിയേറ്റഡ് കോളേജിൽ നമുക്ക് അഡ്മിഷൻ വേണമെന്നുണ്ട് എങ്കിൽ നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, യൂണിവേഴ്സിറ്റി റിസൾട്ട് വന്നു കഴിഞ്ഞാൽ, +2 റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഈ അക്കാഡമിക് ഇയറിലേക്കുള്ള അപ്ലിക്കേഷൻ വിളിക്കും.
ആ സമയത്ത് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ഏത് കോളേജിലോട്ടാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ കോളേജിൻ്റെ പേരെല്ലാം കൊടുത്തുകൊണ്ട് ഒരു ഓൺലൈൻ, അതിനെ നമ്മൾ സെൻട്രലൈസ്ഡ് അഡ്മിഷൻ പ്രോസസ്സ് എന്ന് പറയും, ഷോർട്ട്ലി ക്യാപ്പ്. സെൻട്രലൈസ്ഡ് അഡ്മിഷൻ പ്രോസസ്സ് വഴിയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രിക്ക് അഡ്മിഷൻ എടുക്കുന്നത്. അപ്പോൾ ആ സെൻട്രലൈസ്ഡ് അഡ്മിഷൻ പ്രോസസ്സ് ക്യാപ്പിൽ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ അവിടെ രജിസ്റ്റർ ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇതൊരു അലോട്ട്മെൻറ്റ് പ്രോസസ്സിലൂടെയാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രിയിലേക്ക് അലോട്ട്മെൻറ്റ് പ്രോസസ്സിലൂടെയാണ് വരുന്നത്. അപ്പോൾ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് എന്താണ് എന്നിപ്പോൾ കുട്ടികൾക്ക് അറിയാം, കാരണം +2 ഒക്കെ ഇപ്പോൾ ഒരു അലോട്ട്മെൻറ്റ് സമ്പ്രദായത്തിലൂടെ തന്നെയാണ് പോയിട്ടുള്ളത്. അപ്പോൾ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഈ ഡിഗ്രിക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് അതിൽ നമുക്ക് ഏകദേശം 20ഓളം കോളേജുകൾ നമുക്ക് കൊടുക്കാൻ കഴിയും. പക്ഷേ 20 കോളേജുകൾ കൊടുക്കാമെന്ന് കരുതിയിട്ട് നമ്മൾ അറിയുന്ന എല്ലാ 20 കോളേജുകളിലും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലും അലോട്ട്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അവിടെ പോയിട്ട് ജോയിൻ ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരുപാട് വിഷയങ്ങൾ ഇതുമായിട്ട് എല്ലാ വർഷവും നമ്മൾ ഫേസ് ചെയ്യാറുണ്ട്. അപ്പോൾ സാധാരണ കുട്ടികൾ പറയുന്ന ഒരു വാചകം എന്താ വെച്ചാൽ, ഞാൻ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കമ്പ്യൂട്ടർ സെൻറ്ററിൽ പോയി, അല്ലെങ്കിൽ ഞാനൊരു അക്ഷയ സെൻറ്ററിൽ പോയി, അപ്പോൾ അവിടെ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ എനിക്കൊരു പേപ്പർ തന്നു. ആ പേപ്പർ തന്നിട്ട് അതിലൊരു 20 കോളേജിൻ്റെ പേര് എഴുതാൻ പറഞ്ഞു. എനിക്കറിയുന്ന ഒരു 20 കോളേജും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളോടൊക്കെ ചോദിച്ച് ഞാൻ കോളേജ് എഴുതി. അവരത് രജിസ്റ്റർ ചെയ്തു. അലോട്ട്മെൻറ്റ് വന്നപ്പോൾ ഇവിടെ കിട്ടിയ, പക്ഷേ എനിക്ക് അവിടെ പഠിക്കാൻ താല്പര്യമില്ല. പക്ഷേ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൻ്റെ ഭാഗം എന്ന് പറഞ്ഞാൽ, നമുക്കൊരു അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ കോളേജിൽ പോയിട്ട് എന്ത് ചെയ്യണം? ചേരേണ്ടതുണ്ട്. അതിന് യൂണിവേഴ്സിറ്റി 1-2 അലോട്ട്മെൻറ്റുകൾ കൊടുക്കും. ഒരു ടെമ്പററി ആയിട്ട് ചേരാം, പിന്നീട് പെർമനൻ്റ് ആക്കിയാൽ മതി എന്നുള്ളത്. എന്നിരുന്നാൽ പോലും നമ്മൾ കൊടുക്കുന്ന കോളേജുകൾ എന്ന് പറയുന്നത് എന്തായിരിക്കണം? നമ്മൾ നിർബന്ധമായിട്ടും കിട്ടിയാൽ ഞാനവിടെ പോയിട്ട് പഠിക്കും എന്ന് ഉറപ്പുള്ള കോളേജുകൾ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഓൺലൈൻ സംവിധാനത്തിൽ കോളേജിൻ്റെ പേരായിട്ട് കൊടുക്കാൻ പാടും. അതാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം. രണ്ടാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളുടെ മൊബൈൽ നമ്പറുകൾ, നമ്മളുടെ ഇമെയിൽ നമ്പറുകളാണ് എന്ത് ചെയ്യേണ്ടത്? രജിസ്ട്രേഷന് വേണ്ടി കൊടുക്കുന്നത്. ഇവിടെ പലപ്പോഴും സംഭവിക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമ്പ്യൂട്ടർ സെൻറ്ററിലോ അക്ഷയയിലോ പോവും. അക്ഷയയിലെ ആൾ എന്ത് ചെയ്യും? അവരുടെ മൊബൈൽ നമ്പർ കൊടുക്കും, അല്ലെങ്കിൽ അവരുടെ ഇമെയിൽ ID കൊടുക്കും. പക്ഷെ പിന്നീടുള്ള യൂണിവേഴ്സിറ്റിയുടെ കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ പോകുന്നത് എങ്ങോട്ടാണ്? ഈ പറഞ്ഞിട്ടുള്ള മൊബൈലിലോട്ടോ ഇമെയിലോട്ടോ ആയിരിക്കും. അപ്പം ചിലപ്പം കുട്ടിക്ക് എന്തറിയില്ല, അലോട്ട്മെന്റ് കിട്ടിയത് അറിയാതെ പോവും. അങ്ങനെ അവസരം നഷ്ടപ്പെടും. ജോയിൻ ചെയ്തില്ലെങ്കിൽ അലോട്ട്മെന്റിന് പുറത്താവുന്ന സ്കീം. തീർച്ചയായും. അതായത് സാധാരണ ഇപ്പോൾ കഴിഞ്ഞ വർഷം വരെ യൂണിവേഴ്സിറ്റിയുടെ ഒരു അലോട്ട്മെന്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ, ആദ്യം ഒരു ട്രയൽ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യും. അപ്പോൾ കുട്ടികൾക്ക് അത് നോക്കിയിട്ട് എന്ത് ചെയ്യാം? മാറ്റങ്ങൾ വരുത്താം. പിന്നെ രണ്ടാമതൊരു ഫസ്റ്റ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യും. ഈ ഫസ്റ്റ് അലോട്ട്മെന്റ് വരുമ്പോൾ നമ്മൾ ഒരു കോളേജിലും പോയി ചേരേണ്ടതില്ല, നിലവിലെ നിർദ്ദേശം അനുസരിച്ചിട്ട്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു മാൻഡേറ്ററി ഫീ എന്ന് പറയുന്ന ഒരു ഫീസ് ഉണ്ട്. അതായത് അലോട്ട്മെന്റ് കിട്ടിയ കുട്ടി യൂണിവേഴ്സിറ്റിയിൽ അടക്കേണ്ട ഫീസിനെയാണ് എന്ത് പറയുന്നത്? മാൻഡേറ്ററി ഫീസ് എന്ന് പറയുന്നത്. ഈ മാൻഡേറ്ററി ഫീസ് നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം? യൂണിവേഴ്സിറ്റിക്ക് അടച്ചിടണം. അത് അക്ഷയ വഴിയോ സ്വന്തം മൊബൈൽ വഴിയോ എങ്ങനെ വേണമെങ്കിലും എന്ത് ചെയ്യാം? നമുക്കടക്കാം. ഇൻ കേസ് ഒരു കുട്ടി ആ മാൻഡേറ്ററി ഫീസ് അടക്കാൻ മറന്നുപോയാൽ ആ കുട്ടി ഓട്ടോമാറ്റിക്കലി എന്തെന്ന് പുറത്താവും? അലോട്ട്മെന്റ് പ്രോസസ്സിന്ന് പുറത്താവും. അങ്ങനെയും ഒരുപാട് എക്സ്പീരിയൻസുകൾ നമുക്കുണ്ട്. അവിടെ അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ കൊടുക്കുന്ന കമ്മ്യൂണിക്കേഷൻ നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ നമ്പർ ഒന്നുകിൽ അവരുടെ അക്ഷയ സെൻറ്ററിയുടെ ഏതെങ്കിലും സ്റ്റാഫിൻ്റെ ആയിരിക്കും, അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും റിലേറ്റീവിൻ്റെ ആയിരിക്കും. പക്ഷേ ഈ അലോട്ട്മെന്റ് വരുന്നത് ഇവരെ എന്ത് ചെയ്യും? അറിയാതെ പോവും. അപ്പോൾ അറിയാതെ പോകുമ്പോൾ നിശ്ചയ സമയത്തിൻ്റെ ഉള്ളിൽ അവർക്ക് അത് അടക്കാൻ കഴിയൂല, മാൻഡേറ്ററി ഫീസ് അടക്കാൻ കഴിയൂല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അലോട്ട്മെന്റ് പ്രോസസ്സിൽ നിന്ന് പുറത്തു പോകും. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും അലോട്ട്മെന്റ് നമ്മൾ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ ആണെങ്കിൽ മാൻഡേറ്ററി ഫീസിന്റെ കാര്യം നോക്കുക, നമ്മുടെ സ്വന്തം നമ്പറോ ഇമെയിലോ പ്രൊവൈഡ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ഇപ്പം നമ്മൾ 4 year UG പ്രോഗ്രാമിനെ പറ്റി പറഞ്ഞപ്പോൾ ഒരുപാട് ആഡ് ഓൺ കോഴ്സുകളെ പറ്റി കേട്ടിട്ടുണ്ട്. ഇപ്പം നമ്മുടെ KMCT ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഇത്തരം ആഡ് ഓൺ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? തീർച്ചയായും. KMCTയിൽ നമ്മൾ ഈ പറഞ്ഞ UG പ്രോഗ്രാമുകളുടെ കൂടെ ഒത്തിരി ആഡ് ഓൺ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് മുന്നേ ഈ ഒരു കാലഘട്ടത്തിൽ എന്താണ് ഈ ആഡ് ഓൺ കോഴ്സിൻ്റെ ഒരു പ്രസക്തി എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, 3 വർഷം ഒരു ഡിഗ്രി അല്ലെങ്കിൽ 4 വർഷം ഡിഗ്രി പഠിപ്പിക്കുമ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ നിർദ്ദേശങ്ങളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു ഡിഗ്രി പഠിപ്പിക്കുന്നത്. അപ്പോൾ ഏതായാലും 3 വർഷം അല്ലെങ്കിൽ 4 വർഷം നമ്മളവിടെ നമ്മളെ സമയം അവിടെ ചെലവഴിക്കുകയാണ്. സമയം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ നമ്മൾ ഈ ആഡ് ഓൺ കോഴ്സുകൾ കൊടുക്കുന്നതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഈ 3 വർഷം അല്ലെങ്കിൽ 4 വർഷം കുട്ടി ക്യാമ്പസിൽ നിൽക്കുന്ന സമയത്ത് തന്നെ കുട്ടിക്ക് എന്ത് ചെയ്യാണ്?
നമ്മൾ വേറൊരു കോഴ്സിൽ കൂടെ പ്രാവീണ്യം കൊടുക്കുകയാണ്, അല്ലെങ്കിൽ വേറൊരു കോഴ്സ് കൂടെ സർട്ടിഫിക്കറ്റ് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ അവിടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, പിന്നെ ഏവിയേഷൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ്, പിന്നെ ലോജിസ്റ്റിക് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, ACCA, CMA തുടങ്ങിയ കോഴ്സുകളെല്ലാം നമ്മൾ ആഡ് ഓൺ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് 3 വർഷം കഴിഞ്ഞ് കുട്ടി BCom ഡിഗ്രിയോ BBA ഡിഗ്രിയോ ആയിട്ട് പുറത്തിറങ്ങുമ്പോൾ അതിന് കൂടെ കുട്ടിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. സാധാരണഗതിയിൽ കുട്ടികൾ എന്താ ചെയ്യുന്നത്, 3 വർഷം 4 വർഷം പഠിച്ചിട്ട് പിന്നീട് ഇത് 2-3 വർഷം പഠിക്കാൻ വേണ്ടിയിട്ട് ഇതിലും വലിയ എമൗണ്ട് കൊടുത്ത് പുറമെ പഠിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ആഡ് ഓൺ കോഴ്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മളവിടെ ആഡ് ഓൺ കോഴ്സുകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ 4 ഇയർ കൊണ്ട് ആ 4 കൊല്ലം മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം ഒരു സ്റ്റുഡന്റ്. അതെ. അപ്പം KMCT ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഏതൊക്കെ പ്രോഗ്രാംസ് ആണ് ഓഫർ ചെയ്യുന്നത് പറയാം? KMCT ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നമ്മൾ 9 UG പ്രോഗ്രാമുകളും ഒരു PG പ്രോഗ്രാമുമാണ് നിലവിൽ ഓഫർ ചെയ്യുന്നത്. അതിൽ BCom ഫിനാൻസ്, BCom കോർപ്പറേഷൻ, BCom കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BBA, BA ഫങ്ഷണൽ ഇംഗ്ലീഷ്, BA എക്കണോമിക്സ് വിത്ത് ഫോറിൻ ട്രേഡ്, ബാച്ചിലർ ഓഫ് ട്രാവൽ ആൻഡ് ടൂറിസം മാനേജ്മെന്റ്, BSW, BSc കമ്പ്യൂട്ടർ സയൻസ്, ഇത്രയും UG പ്രോഗ്രാമുകൾ നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ട്. അതുപോലെ PG പ്രോഗ്രാമിൽ നമ്മൾ MCOM ഓഫർ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ BBA ഇപ്പോൾ നമ്മൾ AICTE അപ്രൂവ്ഡ് ആണ്. അപ്പോൾ നിലവിൽ BBA കോഴ്സുകളെല്ലാം AICTE അപ്രൂവ്ഡാണ്. അപ്പം ഈ അഫിലിയേറ്റഡ് കോളേജസിലൊക്കെ മാനേജ്മെന്റ് സീറ്റ്സ് ഉണ്ടാവല്ലോ. അപ്പൊ ഈ മാനേജ്മെന്റ് സീറ്റിൽ അഡ്മിഷൻ എടുക്കാൻ ഈ സെയിം പ്രൊസീജിയർ തന്നെയാണ് നമ്മൾ ഈ ക്യാപ് രജിസ്ട്രേഷൻ ഒക്കെ ചെയ്യേണ്ടത്? തീർച്ചയായും. അവിടെ ആളുകൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവാം. ഈ യൂണിവേഴ്സിറ്റി അലോട്ട്മെന്റ് പ്രോസസ്സ് വഴി വരുന്നത് മെറിറ്റ് സീറ്റിലോട്ട് മാത്രമാണ് എന്നുള്ളത്. പക്ഷെ യഥാർത്ഥത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് പറയുന്നത് ഈവൻ മാനേജ്മെന്റ് കോട്ടയിൽ ഒരു കുട്ടിക്ക് അഡ്മിഷൻ എടുക്കണമെങ്കിൽ പോലും എന്ത് ചെയ്യണം, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഞാൻ നേരത്തെ പറഞ്ഞ ക്യാപ് രജിസ്ട്രേഷൻ ചെയ്യണം. അത് ആ ക്യാപ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആ കുട്ടിയുടെ ഡീറ്റെയിൽസ് യൂണിവേഴ്സിറ്റി കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. പിന്നീട് നമ്മൾ പരീക്ഷാ രജിസ്ട്രേഷന് വേണ്ടിയിട്ടൊന്നും നമ്മൾ പേരോ ഡീറ്റെയിൽസോ കൊടുക്കേണ്ട കാര്യമില്ല. ഓൾറെഡി അഡ്മിറ്റഡ് ആയി കഴിഞ്ഞാൽ ഈ ഡാറ്റ മുഴുവൻ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഈവൻ നമ്മളൊരു മാനേജ്മെന്റ് സീറ്റിലാണ് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ പോലും കുട്ടികൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, ഈ പറഞ്ഞ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ക്യാപ് രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം. രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഏത് കോളേജിലാണോ, ഇപ്പോൾ KMCTയിലാണ് ഒരു മാനേജ്മെന്റ് സീറ്റിൽ BBA സീറ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അവർ നിർബന്ധമായിട്ടും കോളേജിൽ ചെന്ന് എന്ത് ചെയ്യണം, അവിടുത്തെ അഡ്മിഷൻ ഓഫീസറുമായിട്ട് സംസാരിച്ചിട്ട് അവിടുത്തെ പ്രോസസ്സ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്യണം. ഈ 2 കാര്യങ്ങളും ചെയ്യണം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ക്യാപ്പിൽ രജിസ്റ്റർ ചെയ്യാതെ ഇപ്പോൾ KMCTയിൽ നേരിട്ട് വന്നിട്ട് എനിക്ക് BBA സീറ്റ് വേണമെന്ന് പറഞ്ഞാൽ നമുക്കത് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ പോലും, ചിലപ്പോൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ പോലും നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, ഈ ക്യാപ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ചെയ്യണം. അപ്പോൾ 2 കാര്യങ്ങളാണ് മാനേജ്മെന്റ് സീറ്റിൽ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന് ക്യാപ് രജിസ്ട്രേഷൻ ചെയ്യണം. ഏത് കോളേജിലാണോ നമ്മൾ മാനേജ്മെന്റ് സീറ്റ് അഡ്മിഷൻ എടുക്കുന്നത് അവിടെ നേരിട്ട് ചെന്നിട്ട് അഡ്മിഷൻ ഓഫീസറുമായിട്ട് സംസാരിക്കണം. പിന്നെ എല്ലാ കോളേജുകളിലും, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ എല്ലാ കോളേജുകളിലും നോഡൽ ഓഫീസർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഉണ്ട്. പ്യുവർലി അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നോഡൽ ഓഫീസർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഉണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ വെബ്സൈറ്റിൽ കുട്ടികൾക്ക് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ എല്ലാ കോളേജുകളുടെയും നോഡൽ ഓഫീസറുടെ ഡീറ്റെയിൽസും കോൺടാക്ട് നമ്പറും എല്ലാം അതിൽ അവൈലബിൾ ആയിരിക്കും. അപ്പം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ എൻറോൾ ചെയ്യണമെങ്കിൽ ഏത് സീറ്റാണെങ്കിലും, മാനേജ്മെന്റ് ആണെങ്കിലും മെറിറ്റ് ആണെങ്കിലും നിർബന്ധമായും ക്യാപ് രജിസ്ട്രേഷൻ ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടതുള്ളത്. സർ, അപ്പോൾ ഇത്ര നേരം സംസാരിച്ചതിൽ നിന്നും നമ്മുടെ പുതിയ 4 ഇയർ UG പ്രോഗ്രാമിൻ്റെ മേജറായിട്ടുള്ള ഡിഫറൻസും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. പിന്നെ അഡ്മിഷൻ പ്രൊസീജിയർ സർ നന്നായിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. സോ ഇത്ര നേരം നമുക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്ത് ഇൻഫർമേഷൻസ് ഒക്കെ തന്നതിന് വി താങ്ക് യു സർ. താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ ടൈം. ആൻഡ് പിന്നെ ഈ പോഡ്കാസ്റ്റ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഇപ്പം ആർട്സ് ആൻഡ് സയൻസ് പ്രോഗ്രാംസിന് ഓപ്റ്റ് ചെയ്യാൻ പോകുന്ന കുട്ടികൾക്ക് ഇപ്പോൾ നിലവിലുണ്ടായിരുന്ന ഡൗട്ട്സ് ആൻഡ് കൺസേൺസ് നമുക്ക് ക്ലിയർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം 4 ഇയർ ഡിഗ്രി പ്രോഗ്രാം എന്ന് ഉദ്ദേശിക്കുന്നത് കൂടുതൽ ഇൻഡെപ്തായ ഒരു സബ്ജക്റ്റിനെ നമുക്ക് പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അറ്റ് ദ സെയിം ടൈം നമ്മൾ ആ ഒരു 4 വർഷം നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കൂടെ ഉണ്ട്. സോ ചൂസ് ഇറ്റ് വൈസ്ലി. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഇനി പുതിയൊരു എപ്പിസോഡിൽ പുതിയൊരു ടോപ്പിക്കുമായി കലറ ടോക്സ് ബൈ KMCT വീണ്ടും വരുന്നതായിരിക്കും. ടിൽ ദെൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് കീപ് ഡ്രീമിങ് ബിഗ്.